നെല്ലിക്ക ആദ്യം കഴിക്കാം, ചവക്കും കിന്നവതരിക്കും. നമസ്കാരം സ്വാമി. നമസ്കാരം. ഇരിക്കുവത്സ. ഈശ്വര, എന്റെ പേര് സ്വാമി എങ്ങനെ മനസ്സിലായി? എല്ലാം നാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നു. മനസ്സിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്വാമി എന്റെ പേര് പറയുന്നു. വന്ന കാര്യം പറയൂ. എന്റെ ഭാര്യയുടെ ഒരു പ്രശ്നമായിട്ടാണ് സ്വാമി ഞാൻ വന്നിരിക്കുന്നത്. പറയൂ. അവക്ക് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലമുണ്ട്. എത്ര നാളായി? കുറച്ചു നാളായി തുടങ്ങിയിട്ട്. അവള് രാത്രി ഇപ്പൊ ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. പിന്നെ വരുന്നത് വെളുപ്പിന് 5-5:30 ആകുമ്പോഴാണ്. സ്വാമി, ഞാൻ പലവട്ടം അവളോട് ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന്. അവള് പറയുന്നത് ബാധ കൂടി എന്നാണ് പറയുന്നത്. ഈ ബാധ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചു തന്നെ സ്വാമി. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാല് ഉറക്കത്തില് നിങ്ങളുടെ ബോധത്തിന്റെ കുറവാണ് പ്രശ്നം. അവള് വളരെ ചെറുപ്പമാണ് സ്വാമി, എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞതാണ്. കാണാൻ നല്ല സുന്ദരിയാണ്. പ്രശ്നമില്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കേട്ടാ, ഭാര്യ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അവളെ അറിയാതെയാണ് വന്നത് സ്വാമി. അറിയാതെയാണ് വന്നത്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. താങ്കൾക്ക് ഒരു വഴി പറഞ്ഞു തരാം. അതായത് ഭാര്യയെ ഇവിടെ 3 ദിവസം താമസിപ്പിച്ചിട്ട് പൂജ ചെയ്യിക്കണം. മനസ്സിലായില്ലേ? അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പ്രശ്നത്തിന് പരിഹാരമാവും. ഞാൻ ഇവിടെ താമസിക്കണോ സ്വാമി? വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആശ്രമത്തിന് 3 ദിവസത്തെ പൂജ. ആ 3 ദിവസം പൂജ കഴിഞ്ഞിട്ട് താങ്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോവുക. കേട്ടാ? അപ്പൊ അതിനുള്ള ഏർപ്പാട് ചെയ്തോളൂ. നമുക്ക് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാം. ശരി. ആ 3 ദിവസം ഞാൻ എന്ത് ചെയ്യണം സ്വാമി? നിങ്ങൾ പോയി കിടന്ന് വീട്ടിൽ പോയി കിടന്ന് 3 ദിവസം ഉറങ്ങിയിട്ടു. വൈഫ് ഇവിടെ ആശ്രമത്തിൽ നിന്നോട്ടെ. കേട്ടാ? 3 ദിവസം കഴിഞ്ഞിട്ട് താങ്കൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയി. ഏതായാലും ഇതിരിക്കട്ടെ. ഈ കവടി ഞാൻ എന്ത് ചെയ്യണം സ്വാമി? ആ കവടിയല്ല, കടലയാണത്. കഴിച്ചോളൂ. ഏതായാലും ഇന്നത്തെ പൂജയെല്ലാം കഴിഞ്ഞു. ഇതിനിപ്പോ ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നാണ്. താങ്കൾ കഴിച്ചോളൂ. മണ്ടൻ. വരൂ. ഇതാരേ? സാറോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇരിക്കും. പതിവില്ലാതെ എന്താണ് ഈ വഴിക്കൊക്കെ? ഇരിക്കാലോ. പിന്നെ എന്തൊക്കെയുണ്ട് പറയൂ. പറയാലോ. സാറിന് എന്തെങ്കിലും കേസ് തെളിയിക്കെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എത്ര കാലായോടോ താൻ ഈ ആളുകളെ എങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്? എത്ര കുടുംബങ്ങളാണോ വഴിയാധാരായത്? താൻ ഉണ്ടാക്കി വെച്ച ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു ചീട്ട് കൊട്ടാരുണ്ടല്ലോ, അത് ഇന്നത്തോടെ തീർന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ എനിക്കെതിരെ പറയാൻ വന്നതാണോ? താനൊരു പോക്സോ കേസിൽ പ്രതിയാണോ? അതിന് എനിക്കെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ ഉള്ളത്? ആ പെൺകുട്ടി തന്നെ ആ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതിന് ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് മിസ്റ്റർ? പെൺകുട്ടിക്ക് എന്തിനാണോ പരാതി? പോക്സോ കേസിന് പരാതി വേണ്ട. അതെനിക്കറിയില്ല. തന്റെ കച്ചവടം ഞാൻ കൂടി കൂട്ടും. എണീക്കണം. നടക്കണ പന്ന തന്ത്രി സ്റ്റേഷനിലേക്ക്. നിന്റെ ബാക്കി രാരീരം സെൻട്രൽ ജയിലിൽ കിടന്ന് പാടാം. എന്റെ ദൈവമേ. നമസ്കാരം. ഇപ്പൊ കിട്ടിയ വാർത്ത. രാഡിരം തന്ത്രിയുടെ ആശ്രമത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരളക്കര ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ് പുറത്തു വന്നത്. രാഡിരം തന്ത്രി എന്ന് അറിയപ്പെടുന്ന ജോത്സ്യനും മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ തമ്മനം തങ്കച്ചിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ജീവിതം അത് വിലപ്പെട്ടതാണ്. വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസമാകരുത്. അത് നന്നല്ല. വീടിനും നാടിനും നാട്ടുകാർക്കും. ലൈവ് ഫോക്കസിന് വേണ്ടി ക്യാമറമാൻ ശ്രീത്തിനൊപ്പം നീതുരാജ്. നെല്ലിക്ക ആദ്യം കഴിക്കാം, ചവക്കും
എന്നവതരിക്കും